ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ പലഹാരം തയ്യാറാക്കാൻ വേണ്ടി 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത്. ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ്, 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എണ്ണ ഗോതമ്പ് പൊടിയിൽ നന്നായിട്ട് പിടിക്കണം. ആ പാകത്തിൽ ഇത് മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ മിക്സ് ചെയ്തെടുത്താൽ മതി. ഇങ്ങനെ എണ്ണ ഇതുപോലെ ഗോതമ്പ് പൊടിയിൽ പിടിച്ചിട്ട് ഇങ്ങനെ ഉരുളയാക്കി എടുക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം. ചപ്പാത്തി മാവ് കുഴക്കുന്ന പാകത്തിൽ തന്നെ കുഴച്ചെടുക്കാം. കുഴച്ചെടുത്തിട്ട് മാറ്റി വെക്കാം. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1/4 ടീസ്പൂൺ നല്ല ജീരകവും 1/2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പും 3-4 വെളുത്തുള്ളിയും 1 കഷ്ണം ഇഞ്ചിയും 1 പച്ചമുളകും ചെറുതായി മുറിച്ചതും ചേർത്ത് 1 സവാള ചെറുതായി മുറിച്ചതും കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും എല്ലാം കൂടെ ഒന്ന് വാട്ടിയെടുക്കണം. സവാള ഒന്ന് വാടി വരണം. ആ സമയത്ത് 1 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ചതും ചേർത്ത് ഇതിലേക്ക് കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ചിക്കൻ മസാലപ്പൊടിയും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇത് മാറ്റി വെക്കാം. ഇനി ചപ്പാത്തി മാവ് ഇതുപോലെ കുഴച്ചെടുത്തത് ഇനി ഒരു ബൗളിലേക്ക് 1 ടീസ്പൂൺ ഗോതമ്പ് പൊടിയോ കോൺഫ്ലവർ പൊടിയോ എടുത്തതിന് ശേഷം അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കലക്കിയെടുക്കണം. ഒരു പേസ്റ്റാക്കി എടുക്കാം. ഇനി ചപ്പാത്തി മാവ് ഒന്ന് ഇതുപോലെ ഒന്ന് റോളാക്കിയതിന് ശേഷം ഇത് മുറിച്ചെടുക്കാം. മുറിച്ചെടുത്ത് ഓരോ ഉരുളയായിട്ട് പരത്തിയെടുക്കണം. ചപ്പാത്തി പരത്തുന്ന പോലെ തന്നെ ആ ഒരു കനത്തിൽ പരത്തിയെടുത്താൽ മതി. പൊടി വേണമെങ്കിൽ പൊടി ചേർത്ത് കൊടുത്തിട്ട് ചപ്പാത്തി പരത്തിയെടുക്കാം. ചപ്പാത്തി പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ കലക്കി വെച്ച പേസ്റ്റ് മുകളിൽ കുറച്ച് തടവി കൊടുത്തതിന് ശേഷം മുകളിലായിട്ട് കുറച്ച് പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. പൊടി ഇട്ട് കൊടുത്താൽ ഇത് ഒട്ടിപ്പിടിക്കില്ല. ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് പൊടി അതിൽ കൊടുക്കുന്നത്. പൊടി ഇട്ട് കൊടുത്ത് മുകളിലായിട്ട് അടുത്ത ചപ്പാത്തി വെച്ച് കൊടുത്ത് ഇനി എല്ലാത്തിൻ്റെ മേലെയും ഇതുപോലെ പേസ്റ്റ് തടകി പൊടിയിട്ട് മുഴുവനും ഇതുപോലെ വെച്ച് കൊടുക്കാം. മുഴുവൻ ചപ്പാത്തിയും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡിൽ ഇതുപോലെ കുറച്ച് പേസ്റ്റ് അടക്കി കൊടുത്ത് പൊടി ഇട്ടതിന് ശേഷം ഇതൊന്ന് മടക്കിയെടുക്കുക. 2 സൈഡും മടക്കിയെടുത്ത് മേലെ ഭാഗത്തും അതുപോലെ കുറച്ച് പേസ്റ്റ് അടക്കി പൊടി ഇട്ടും ഒന്ന് മടക്കിയെടുത്തതിന് ശേഷം ഒന്ന് ഇത് പരത്തിയെടുക്കണം. ഇങ്ങനെ പരത്തിയിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഉണ്ടാക്കുന്ന സമയത്ത് നല്ല ലെയറായിട്ട് കിട്ടും. ഈ ഒരു കട്ടിയിലാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. ഇനി മസാലക്കൂട്ട് ഇതിലേക്ക് കുറച്ച് വെച്ച് കൊടുത്ത് സൈഡിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ ഇത് രണ്ടും ഒട്ടിച്ചെടുക്കാൻ വേണ്ടി കുറച്ച് പേസ്റ്റും കൂടെ തടവി ഇത് ഒട്ടിച്ചെടുത്തതിന് ശേഷം നല്ലപോലെ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം.
എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് ഇത് ഇട്ട് കൊടുക്കണം. രണ്ട് വശവും മൂപ്പിച്ച് കോരിയെടുക്കുക. ഇത് പെട്ടെന്ന് മൂത്ത് കിട്ടും. ഉള്ളിലുള്ള മസാലയെല്ലാം വെന്തത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് മൂപ്പിച്ച് കോരിയെടുക്കാം. മുഴുവനും ഇതുപോലെ ഇതാ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ലെയറോട് കൂടി നല്ല ക്രിസ്പി ആയിട്ടുള്ള പലഹാരമാണ്. ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് നല്ല പോലെ ഇഷ്ടപ്പെടും. നമ്മൾ കടയിൽ പോയി വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. വീട്ടിൽ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പലഹാരം നമുക്ക് കുട്ടികൾക്കെല്ലാം തയ്യാറാക്കി കൊടുക്കാം. നല്ല ഒരു വീഡിയോയുമായി നാളെ വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.